HCFും LCMും നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി. പക്ഷെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ആ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാം. പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, എയും ബിയും. സോ എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എയുടെയും ബിയുടെയും HCF ഇൻറ്റു എയുടെയും ബിയുടെയും LCM ആണ്. HCF ഓഫ് എ ആൻഡ് ബി ഇൻറ്റു LCM ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു എ ഇൻറ്റു ബി. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്നും പ്രോബ്ലംസ് തരുമ്പോൾ ഒന്നെങ്കിൽ HCF തരും, അല്ലെങ്കിൽ LCM തരും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാൻ നമ്മളോട് പറയും. അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ടാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് വേറൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ? HCF ഓഫ് എ ഇൻറ്റു ബി HCF ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു എ ഇൻറ്റു ബി ബൈ LCM ഓഫ് എ ആൻഡ് ബി. അതുപോലെ തന്നെ LCM ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു എ ഇൻറ്റു ബി ബൈ HCF ഓഫ് എ ആൻഡ് ബി. ഓക്കെ, ഈ രണ്ട് റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ മൂന്ന് റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റിസൾട്ട് മാത്രം പഠിച്ചാൽ മതി. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രണ്ട് നമ്പേഴ്സ്. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, രണ്ടിൽ കൂടുതൽ നമ്പേഴ്സിന് ഈ ഒരു റിസൾട്ട് അപ്ലിക്കബിൾ അല്ല. രണ്ട് നമ്പേഴ്സ് തരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ഫ്രാക്ഷൻസ് തന്നു, 2/3, 4/5, 1/2. ഈ നമ്പേഴ്സിൻ്റെ LCM അതുപോലെ തന്നെ HCF കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ LCM ഓഫ് ഫ്രാക്ഷൻ ഈക്വൽ ടു LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. അതുപോലെ തന്നെ HCF ഓഫ് ഫ്രാക്ഷൻ ഈക്വൽ ടു HCF ഓഫ് ന്യൂമറേറ്റർ ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. അതായത് ഇപ്പോൾ ഫ്രാക്ഷൻസ് ഇതുപോലത്തെ നമ്പേഴ്സാണ് തന്നതെങ്കിൽ LCM കാണാൻ പറഞ്ഞതെങ്കിൽ ഈ ന്യൂമറേറ്റർ 3 എടുക്കുക, 2, 4, 1 എടുക്കുക. നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ തന്നെ LCM HCFും കാണാം. LCM എന്താണ്? 2, 4, 1 എടുത്തു. ഇനി ഈ 2, 4, 1ൻ്റെ LCM നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു LCM കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്. അത് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. 2, 1. നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതണം. എന്നിട്ട് ആ നമ്പേഴ്സിൽ ഡിവിസിബിൾ ആയിട്ടുള്ളൊരു നമ്പർ നമ്മൾ ചൂസ് ചെയ്യണം. സോ എങ്ങനെ ചൂസ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, പ്രൈം നമ്പർ ആയിരിക്കണം. സോ സ്മോളസ്റ്റ് നമ്പർ ഡിവിസിബിൾ ആവണില്ലെങ്കിൽ മാത്രം ഹയസ്റ്റ് നമ്പർ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. പിന്നെ എല്ലാത്തിലും നമ്മൾ ഡിവിസിബിലിറ്റി നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിലിപ്പോൾ 1ൽ 2 ഡിവിസിബിൾ അല്ലല്ലോ, ഈ രണ്ട് നമ്പേഴ്സിലല്ലേ 2 ഡിവിസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സിലും ഈ നമ്പർ ഡിവിസിബിൾ ആവണമെന്നില്ല. ഓക്കെ, സോ നമ്മൾ 2 എഴുതി. 2/2, 1, 4/2, 2, 1. ഡിവിസിബിൾ ആവാത്ത നമ്പേഴ്സ് നമ്മൾ അതുപോലെ തന്നെ താഴേക്ക് ഇറക്കി എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ 2 തന്നെയാണ് പോവുക. 1 അതുപോലെ തന്നെ താഴേക്ക് ഇറക്കി എഴുതി. 2/2, 1, 1 അതുപോലെ തന്നെ താഴേക്ക് ഇറക്കി എഴുതി. ഇനി എല്ലാം 1 വന്നു കഴിഞ്ഞാൽ അവിടെ ഫിനിഷ് ചെയ്തു. സോ നമ്മൾ ഇവിടെ സൈഡിൽ വരുന്ന നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 4. LCM ഈക്വൽ ടു 4. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു LCM കണ്ടുപിടിക്കുമ്പോൾ ഇത് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനേക്കാളും ഹയസ്റ്റ് നമ്പർ ആവാം, അതർവൈസ് ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പറിന് ഈക്വൽ ആവാം. സോ ഈ കേസിൽ ഈക്വലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ LCMത്തിൽ ഈ ഹയസ്റ്റ് നമ്പർ ഡിവിസിബിൾ ആണ്, ഈ നമ്പർ 2 ഡിവിസിബിൾ ആണ്, 1 ഡിവിസിബിൾ ആണ്. സോ നമുക്ക് ഹയസ്റ്റ് നമ്പറിന് ഈക്വൽ ആവാം. ഓക്കെ, HCF ആണെങ്കിൽ ഞാനിപ്പോൾ പറയുന്നതിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ LCM കണ്ടുപിടിച്ചു. ഇനി HCF കണ്ടുപിടിക്കാം.
എച്ച് സി എഫ് എന്താണ്? എച്ച് സി എഫ് എങ്ങനെ കണ്ടുപിടിക്കുക? 3 ഡിനോമിനേറ്ററും നമ്മൾ എടുക്കുക. എച്ച് സി എഫ് ഓഫ് 3, 5, 2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതും അതുപോലെ തന്നെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതണം. ഓക്കെ, സോ നമ്മൾ ഈ 3 നമ്പേഴ്സും സെയിം ഇതുപോലെ തന്നെ ബ്രാക്കറ്റിൽ എഴുതണം. 3, 5, 2. നമുക്ക് ഈ തന്നിരിക്കുന്ന 3 നമ്പേഴ്സ് അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ എഴുതാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 നമ്പേഴ്സിലും ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ വേണം ചൂസ് ചെയ്യാൻ. ഈ 3 നമ്പേഴ്സിലും ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് വേണം ചൂസ് ചെയ്യാൻ. പക്ഷേ ഇവിടെ 3 നമ്പേഴ്സിൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ചൂസ് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും നമ്പറിൽ ഡിവിസിബിൾ ആയത് എടുത്താൽ മതി. പിന്നെ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അങ്ങനെ പോയാൽ മതി. ലാസ്റ്റ് ഈ സൈഡിലുള്ള എല്ലാ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ LCM കിട്ടും. സോ ഇവിടെ HCF കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ 3 നമ്പേഴ്സിൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണ്? 2 എടുക്കുകയാണെങ്കിൽ ഒന്നിലും ഈ 3 നമ്പേഴ്സിന് കോമൺ ആയിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഇല്ല. സോ നമുക്ക് എന്തെടുക്കേണ്ടി വരും? ഒരു നമ്പറും ഇതിൽ 3 എണ്ണത്തിലും ഡിവിസിബിൾ ആയി പോകണമെന്ന് യാതൊരു നമ്പറും ഇല്ല. സോ HCF = 1. വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ HCF ഓഫ് പ്രൈം നമ്പേഴ്സ്. ഇത് 3 പ്രൈം നമ്പേഴ്സാണ്. 2, 5, 3 പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സിൻ്റെ HCF 1 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 1 അല്ലാതെ ഈ ഓരോ നമ്പറിലും 1ഉം ആ നമ്പർ മാത്രമേ ഡിവിസിബിൾ ആവുള്ളൂ. സോ കോമൺ ആയിട്ട് എല്ലാ നമ്പേഴ്സിലും 1 മാത്രമേ ഡിവിസിബിൾ ആവുള്ളൂ പ്രൈം നമ്പേഴ്സിൽ. സോ 1 അല്ലാതെ വേറെ നമ്പേഴ്സൊന്നും ഡിവിസിബിൾ ആവില്ല. സോ നമ്മൾ HCF 1 ആയിട്ടാണ് എടുക്കുക. ഓക്കെ, സോ എന്താണ് നമ്മളിപ്പോൾ LCM ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ? LCM കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ന്യൂമറേറ്ററിൻ്റെ LCM കണ്ടുപിടിച്ചു 4, ഡിനോമിനേറ്ററിൻ്റെ HCF 1 കണ്ടുപിടിച്ചു. ഓക്കെ, LCM = 4/1. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 നമ്പേഴ്സിൻ്റെ LCM 4/1 ആണ്. ലൈക്ക് HCF നമുക്ക് കണ്ടുപിടിക്കാം. HCF ഓഫ് 2/3, 4/5, 1/2. സോ നമ്മൾ 2, 4, 1 എടുക്കുക. ന്യൂമറേറ്ററിൻ്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ HCF ആണെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ HCF ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ന്യൂമറേറ്ററിൻ്റെ ആ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ HCF ആണെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ HCF കണ്ടുപിടിക്കുക. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ LCM നമ്മൾ എടുക്കണം. സോ LCM ആണെങ്കിൽ നേരെ തിരിച്ചു. പിന്നെ ഈ ഒരു സെക്ഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലില്ല, ഞാനൊരു നോളജിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. സോ HCF എങ്ങനെ കണ്ടുപിടിക്കുക? അതുപോലെ തന്നെ 2, 4, 1ൽ 3 ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ 1 മാത്രമാണ് അല്ലേ? സോ 1 ആണ് HCF. HCF ഓഫ് ന്യൂമറേറ്റർ = 1. അതുപോലെ തന്നെ LCM കണ്ടുപിടിക്കാം. LCM ഓഫ് ഡിനോമിനേറ്റർ ആണ് എടുക്കുക. LCM എന്താണ്? LCM 2 എടുത്തു, 3, 5, 1, 3 എടുത്തു, 1, 5, 1, 5 എടുത്തു, 1, 1, 1. സോ LCM = 2 × 3 × 5. ഓക്കെ, സോ 6 × 5 = 30. LCM = 30. സോ HCF ഓഫ് ഫ്രാക്ഷൻ, ഈ ഫ്രാക്ഷൻ്റെ HCF എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൻ്റെ HCF, അതായത് 1 ഡിനോമിനേറ്ററിൻ്റെ LCM, അതായത് 30, 1/30 ആണ് ഈ ഒരു ഫ്രാക്ഷൻ്റെ HCF. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ നമുക്ക് ടെക്സ്റ്റിലില്ല, ഇത് എക്സാമിനില്ല. സോ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി ആഡ് ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് പ്രൈം ആണെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നമ്പേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു 2 പോയിൻറ്റ്സ് നമുക്ക് എഴുതാം. ഇഫ് HCF ഓഫ് prime number is 1, LCM of prime numbers. Okay,
എച്ച് സി എഫ് ഓഫ് പ്രൈം നമ്പേഴ്സ്, ഒന്നിൽ കൂടുതൽ നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ പ്രൈം നമ്പേഴ്സിൻ്റെ എൽ സി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റാണ്. ഓക്കെ, വൈഹാട്ട് പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോ നമ്മൾ റേഷണൽ നമ്പേഴ്സ് പഠിച്ചു, ഇറേഷണൽ നമ്പേഴ്സ് പഠിച്ചു. സോ റേഷണൽ നമ്പേഴ്സിൽ ഡെസിമൽ എക്സ്പെൻഷനിൽ 2 കേസുണ്ട്. ഐദർ ടെർമിനേറ്റിംഗ് ആദ്യത്തെ കേസ്, രണ്ടാമത്തെ കേസ് ഏതാണ്? നോട്ട് ടെർമിനേറ്റ് ആൻഡ് റിപ്പീറ്റ് വിത്ത് എ പാറ്റേൺ. അതായത് ടെർമിനേറ്റ് ചെയ്യാതെ ഒരു പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്യും. സോ അതെപ്പോഴൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് പി ബൈ ക്യൂ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ് റേഷണൽ നമ്പർ അല്ലേ? പി ബൈ ക്യൂ ക്യൂ നോട്ട് ഈക്വൽ ടു 0, ഇതാണ് നമ്മുടെ റേഷണൽ നമ്പർ. ടെർമിനേറ്റ്സ് എപ്പോഴാണ് അവസാനിക്കുക? ഇഫ് പി ആൻഡ് ക്യൂ ആർ കോപ്രൈം. പിയും ക്യൂവും കോപ്രൈം ആയിരിക്കുമ്പോഴാണ് ഈ റേഷണൽ നമ്പർ ടെർമിനേറ്റ് ചെയ്യുക, അവസാനിക്കുക. പിന്നെ അവരൊരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്, ക്യൂ ഈസ് ഇൻ ദ ഫോം 2n 5m where n and m are non-negative integers. ഇതിലെന്താണ് പറയുന്നത്? പിയും ക്യൂവും കോപ്രൈം ആയിരിക്കണം. അതിനർത്ഥം പിക്കും ക്യൂക്കും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ക്യൂ ഈസ് ഇൻ ദ ഫോം 2n 5m, അതായത് ഡിനോമിനേറ്ററിൽ എന്തായിരിക്കണം? 2n 5m ഫോം ആയിരിക്കണം ഡിനോമിനേറ്ററിൽ. എന്നും എമ്മും എന്തായിരിക്കണം? നോൺ നെഗറ്റീവ്. നെഗറ്റീവ് അല്ലാത്ത ഏതൊക്കെ നമ്പേഴ്സാണ്? 0 വരില്ലേ? നെഗറ്റീവ് അല്ലല്ലോ 0 പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ല, പക്ഷേ 0 വരും. 1 2 up to infinity. നമുക്കിതൊന്നൊരു ചെക്ക് ചെയ്ത് നോക്കാം. പി ആയിട്ട് നമുക്ക് ഇതെടുക്കാം, 5 എടുക്കാം. 5 വേണ്ട, കാരണം ഇവിടെ 5 വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേറെ നമ്പേഴ്സ് എടുക്കാം. 7 എടുക്കാം. 7 by 2 into 5. ഓക്കെ, എന്നും എമ്മും 1 ആയിട്ട് എടുത്തു. 7 by 10 ആണ് വരിക. 7 by 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 അല്ലേ? 10 7ൽ പോവില്ല, നമ്മൾ 0.2 നമ്മൾ 70 ആയിട്ട് ഇമാജിൻ ചെയ്തു. 70ൽ 10 7 ടൈംസ്. ഓക്കെ, 0.7 ആണ് വരിക. സോ അത് ടെർമിനേറ്റ് ചെയ്തു. ഇത് കറക്റ്റായി. ഓക്കെ, ഈ ഒരു കേസിൽ ഇപ്പോൾ നമ്മൾ 2ൻ്റെയും 5ൻ്റെയും പവേഴ്സ് നമ്മൾ 0 ആക്കി എടുക്കുകയാണെങ്കിൽ ഈ ആൻസേഴ്സൊക്കെ 1 ആയിരിക്കില്ല. അതായത് 2⁻0 × 5⁻0 ആണെങ്കിൽ 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 5⁻0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഓക്കെ, ദെൻ 7 by 1 എന്നല്ല ആൻസർ വരിക. അങ്ങനെയാണെങ്കിൽ അത് ടെർമിനേറ്റ് ആവില്ലേ? സോ ഇതിൽ ഏത് കേസ് എടുത്താലും ടെർമിനേറ്റ് ആവും. അങ്ങനെ വരികയാണെങ്കിൽ 7 by 1 വന്നു കഴിഞ്ഞാൽ 7 തന്നെയാണ്. പിന്നെ പോയിൻ്റ് ഇടുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് എഴുതുക. ഡിസിമൽ ഇത് വരുന്നില്ല, എക്സ്റ്റൻഷൻ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ 2⁻0 5⁻0 എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞു അല്ലേ? ഏതൊരു നമ്പറിന് അതിൻ്റെ പവർ 0 ആണെങ്കിൽ അത് 1 ആയിരിക്കും. ഓർമ്മ ഒന്ന് പറഞ്ഞതാണ്. 2⁻0 = 1. എന്ത് നമ്പർ ആണെങ്കിലും 75⁻0 = 1. ഓക്കെ, എന്ത് നമ്പർ ⁻0 ആണെങ്കിൽ 1 ആയിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ടെർമിനേറ്റ് ആൻഡ് റിപ്പീറ്റിംഗ് വിത്ത് എ പാറ്റേൺ. ഈ കേസ് എപ്പോഴാണ് വരിക? സിമ്പിളാണ്. ഈ ഒരു ഫോമിലല്ലാതെ ഇരിക്കുമ്പോഴാണ് വരിക. ക്യൂ ഈ ഒരു ഫോമിലല്ലാതെ വേറെ ഫോമിൽ വരുമ്പോഴാണ് വരിക. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പി ബൈ ക്യൂ എന്ന് പറയുന്ന ഒരു റേഷണൽ നമ്പർ, ക്യൂ നോട്ട് ഈക്വൽ ടു 0, നോട്ട് ടെർമിനേറ്റ്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. വേർ പി ആൻഡ് ക്യൂ ആർ കോപ്രൈം. പിയും ക്യൂവും കോപ്രൈം ആയിരിക്കണം.
പിയും ക്യൂവും കോപ്രൈം ആയിരിക്കണം. പിന്നെന്താണ്, ക്യൂ നോട്ട് ഇൻ ദ ഫോം Q not in the form 2 raised to n, 2 raised to n, 5 raised to m, where n and m are non-negative integers. അതായത് p by 2 raised to n, 5 raised to m വരാൻ പാടില്ല. ഇവിടെ ഈ ഒരു ഫോം വരാൻ പാടില്ല. ഓക്കെ, എന്നും 0 മുതൽ 1 to 15. നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. നമ്മളൊരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞു. 9/7 ചെയ്തത് ഈ ഒരു ആൻസറാണ് കിട്ടുക. 0.285714 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത് 9/7 എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലല്ല, അതായത് ഡിനോമിനേറ്റർ 2 5ൻ്റെയും ടേംസിലല്ല, 7ൻ്റെ ടേമിലാണ് അല്ലേ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. നാച്ചുറൽ നമ്പേഴ്സ് n എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതുപോലെ തന്നെ 1 മുതൽ കൗണ്ട് ചെയ്യുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. സോ അതിന് നമ്മളൊന്ന് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന് കൂടി, നാച്ചുറൽ നമ്പേഴ്സിന് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന് കൂടി പേരുണ്ട്. അത് നമ്മളൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നില്ലേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻറ്റീജേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻറ്റീജേഴ്സ് നമ്മൾ സെഡ് വെച്ചിട്ടല്ല മെൻഷൻ ചെയ്തത്, അതുപോലെ തന്നെ ഐ വെച്ചിട്ടും മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഐ എന്ന് പറഞ്ഞാലും ഇൻറ്റീജേഴ്സാണ്, സെഡ് എന്ന് പറഞ്ഞാലും ഇൻറ്റീജേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് ഇട്ടുണ്ടായിരുന്നത് പ്രൈം നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈം നമ്പേഴ്സിനെ നമ്മൾ പി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അത് പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. സോ പിയുടെ സെറ്റ്, പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റ് 2, 3, 5, 7, 9, 11, 12, 13 എക്സെട്ര. ഓക്കെ, സോ പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റാണിത്. അതായത് ആ നമ്പറും 1 അല്ലാതെ വേറെ നമ്പേഴ്സ് ഡിവിസിബിളായി പോവില്ല. സോ നമുക്ക് പെട്ടെന്നൊരു ഡൗട്ട്, ഇപ്പം ഇങ്ങനെ ഒരു നമ്പർ തന്നു. സോ നമുക്ക് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് പ്രൈം നമ്പർ ആണോ അല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ഇങ്ങനെ വരുന്ന നമ്പേഴ്സൊക്കെ 3 അല്ലെങ്കിൽ 9 ഡിവിസിബിൾ ആകാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 × 9 27 അല്ലേ. സോ അതിൻ്റെ ലാസ്റ്റ് നമ്പർ 27 ആണല്ലോ. അതുപോലെ 7 × 1 7 ഡിവിസിബിൾ ആവാം, അങ്ങനെയൊക്കെ ഒരു ചാൻസ് ഉണ്ട്. സോ നമുക്ക് 3 or 9 ഈ നമ്പറിൽ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടൊരു എളുപ്പ വഴിയുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം. 1 + 1 + 7. സോ ആൻസർ 9 ആണ് കിട്ടുക. നമ്മളിപ്പോൾ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 9 കിട്ടി. സോ 9ൽ 3 ഡിവിസിബിൾ ആണ്. സോ ഈ ഒരു നമ്പറിൽ 3 ഡിവിസിബിൾ ആണ്. ഓക്കെ, 3 ഡിവിസിബിൾ ആണ്. ഇനി അതുപോലെ തന്നെ ഈ 9ൽ ഡിവിസിബിൾ ആണ്. സോ ഈ ഒരു നമ്പറിൽ 9 ഡിവിസിബിൾ ആണ്. 117/3 39 ആണ് വരിക. 117/9 13 ആണ് വരിക. സോ നമുക്കൊരു നമ്പേഴ്സ് നമുക്ക് പെട്ടെന്ന് പ്രൈം നമ്പറാണെന്ന് തോന്നുന്ന നമ്പേഴ്സ് ആണെങ്കിൽ 3 or 9 ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആ നമ്പർ എല്ലാം ആഡ് ചെയ്യുക. എന്നിട്ട് ആ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിൽ 3 ഉം 9 ഉം ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, 3 ഡിവിസിബിൾ ആയി എന്ന് വിചാരിച്ചിട്ട് 9 ഡിവിസിബിൾ ആവണമെന്നില്ല. ഓക്കെ, പ്രൈം നമ്പർ നമ്മൾ ചെക്ക് ചെയ്തു. ഇനി അടുത്തത് കോമ്പോസിറ്റ് നമ്പർ. നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് ഇനിയിപ്പോൾ കുറേ സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഡിവിഷനിലൊക്കെ യൂസ് ചെയ്യാം. സോ അതിൽ 3 ഡിവിസിബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിരിക്കും ചെയ്യാം. കോമ്പോസിറ്റ് നമ്പർ നമ്മൾ പഠിച്ചതാണ്. സി എന്നാണ് മെൻഷൻ ചെയ്യുക. അത് പറയാൻ മറന്നുപോയി. സി എന്നാണ് മെൻഷൻ ചെയ്യുക. = 4, 6, 8, 9, 10, 12 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെ അറ്റ വരെ പോകുന്നതാണ് ഇതൊക്കെയും. സോ നമ്മൾ വിട്ടുപോയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും.